ഹായ് ഓൾ. BGC 105 അമേരിക്കൻ ലിറ്ററേച്ചറിലെ നമ്മൾ അവസാനത്തെ ബ്ലോക്കിലുള്ള അവസാനത്തെ യൂണിറ്റിലാണ് ട്ടോ നമ്മൾ ഇന്ന് നിൽക്കുന്നത്. സോ ഇതുവരെ ഏതെങ്കിലും ക്ലാസ്സുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള നമ്മുടെ ചാനലിലൊന്ന് കയറി നോക്കുക. എല്ലാ ക്ലാസ്സുകളും അതിൽ ഓർഡർ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ട്ടോ. നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ നമുക്ക് എന്താണ് അടുത്ത സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനും എന്താണ് ഉഷാറാക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പം എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും കമൻറ്റൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യുക. നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. സോ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അലക്സി ഷെർമാൻ അലക്സി എഴുതിയിട്ടുള്ള 2 പോയംസിനെ കുറിച്ചിട്ടാണ്. സോ നമുക്ക് ആദ്യം തന്നെ ഷെർമാൻ അലക്സിയെ കുറിച്ചിട്ട് നോക്കാം. അദ്ദേഹം ഒരു കണ്ടംപററി നാറ്റീവ് അമേരിക്കൻ റൈറ്ററായിരുന്നു, പോയറ്റാണ്. അങ്ങനെ പല മേഖലകളിലും അദ്ദേഹം തിളങ്ങി നിന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം 1966 കേട്ടോ ജനിക്കുന്നത്. പക്ഷേ ഓൾറെഡി അദ്ദേഹം ജനിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഒരു രോഗബാധിതനായിട്ടാണ് ജനിക്കുന്നത്. ഹൈഡ്രോസെഫാലസ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം രോഗം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അഥവാ നമ്മുടെ ബ്രെയിനിൽ ഒരു വാട്ടർ നിൽക്കുന്ന ഒരു പ്രത്യേകതരം ഒരു അസുഖം. അദ്ദേഹത്തിന് ഒരു 6 മാസം ആവുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഓപ്പറേഷനൊക്കെ വിധേയമായി എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം അവിടെ നിന്നൊക്കെ സർവൈവ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായത്തിൽ കുട്ടികളൊക്കെ കളിക്കുന്നത് കാണുമ്പോൾ ശരിക്കും അയാൾക്ക് എന്താണ് അതിനൊന്നും പറ്റില്ല. അപ്പോൾ ഒരുപാട് കളിയാക്കലും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടെങ്കിലും പക്ഷേ അദ്ദേഹം എന്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തു? റീഡിങ് ബുക്ക്, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. സോ അദ്ദേഹം ആ ഒരു രോഗാവസ്ഥയിലും പുസ്തകമൊക്കെ ഒരുപാട് വായിച്ചു. ഈ ഒരു സംഭവങ്ങളാണ് പിന്നീട് എന്താണ് അദ്ദേഹത്തെ ഇന്ന് കാണുന്ന ഈ ഒരു എഴുത്തിലേക്ക് അദ്ദേഹം എത്തിയത്. അന്നത്തെ അയാളുടെ ആ ഒരു ടേസ്റ്റാണ്. പിന്നീട് അദ്ദേഹം മെഡിക്കൽ വിഭാഗത്തിലേക്കും പല വിഭാഗങ്ങളിലേക്കും പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ അതൊന്നും എന്താണ് അയാൾക്ക് പറ്റിയൊരു ഫീൽഡ് അല്ല എന്നുള്ളതൊക്കെ മനസ്സിലാവും. തൻ്റേതായിട്ടുള്ള ഫീൽഡ് നമ്മുടെ ഈ ഒരു പോയട്രിയിൽ അദ്ദേഹം നിർമ്മിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു നാറ്റീവ് അമേരിക്കൻ പെട്ട ആളാണ്. ഈ നാറ്റീവ് അമേരിക്കൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വർക്കുകളിലൊക്കെ ഇത് പ്രതിഫലിപ്പിച്ച് കാണപ്പെടുന്നുണ്ട്. നമ്മുടെ ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യ പിടിച്ചടക്കിയ പോലെ തന്നെ യൂറോപ്യൻസ് എന്താണ് അവരുടെ അമേരിക്കയും പിടിച്ചടക്കിയിട്ടുണ്ട്. അതിന് മുമ്പ് അവിടെ അമേരിക്കയിൽ താമസിച്ചിരുന്ന ഗോത്രവർഗ്ഗക്കാരാണ് നമ്മളെ നാറ്റീവ് അമേരിക്കൻസ് എന്ന് പറയുന്നത് കേട്ടോ. സോ അതിന് മുമ്പ് ഇവർ അവരുടേതായിട്ടുള്ള സാമ്രാജ്യമാക്കി മാറ്റുന്നതിന് മുമ്പ് എന്താണ് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അവരുടേതായിട്ടുള്ള സംസ്കാരത്തിൽ അവരുടെ കലകളിൽ ഭാഷകളിലൊക്കെ അങ്ങനെ ജീവിച്ചു പോന്നിരുന്ന ആളുകളായിരുന്നു. പക്ഷേ ഇവരുടെ ഒരു വരവോട് കൂടെ എന്താണ് അവർക്കെല്ലാം നഷ്ടപ്പെട്ടു. അവരുടെ ഭൂമി, അവരുടെ സ്വത്ത് എല്ലാം നഷ്ടപ്പെട്ടെന്നാണ് അവരുടെ വേറൊരു ഏരിയയ്ക്ക് ഒരു കൺസർവേഷൻ ഏരിയയ്ക്ക് ഇവരെന്താണ് തട്ടിക്കളഞ്ഞ് മാറ്റിക്കളഞ്ഞ് എന്താണ് അവരവിടെ തിങ്ങി പാർപ്പിച്ച് അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു വൃത്തികെട്ട ഒരു ഭരണം ആണ് നമ്മുടെ യൂറോപ്യൻസ് അവിടെ നടത്തിയിരുന്നത് എന്നുള്ളതാണ്. സോ അതിൽ പെട്ട ഒരു ആളാണ് നമ്മുടെ അലക്സി ഷെർമാൻ എന്ന് പറയുന്നത്. ആ ഒരു തലമുറയിൽപ്പെട്ട ആളാണ് അലക്സി ഷെർമാൻ. സോ അതുകൊണ്ട് തന്നെ തൻ്റെ പിൻഗാമികൾ അനുഭവിച്ച ആ പീഡനങ്ങളും ആ ഒരു സംഭവങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കവിതയിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതാണ് ഈ ഒരു കവിതയുടെ മെയിൻ തീം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മെയിൻ തീമുകളായിട്ട് അദ്ദേഹം എഴുതാറുള്ളത് ഈ നാറ്റീവ് ഐഡൻറ്റിറ്റിയെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ ലോസിനെ കുറിച്ചിട്ട്, സർവൈവലിനെ കുറിച്ചിട്ട്, എന്താ കൾച്ചറൽ കോൺഫ്ലിക്റ്റിനെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു റിസർവേഷൻ്റെ ഒരു ഇതിലാണ് അവർ വളർന്നത്. സോ ജീവിതത്തിൽ ദാരിദ്ര്യം, മദ്യപാനം, അതുപോലെ തന്നെ അക്രമം ഇതൊക്കെ കണ്ടുകൊണ്ടിട്ടാണ് അവരുടെ ആ ഒരു ജീവിതം തന്നെ. പക്ഷെ അവരിപ്പോൾ എന്താണ് ഇപ്പോഴും അതിനെ സർവൈവ് ചെയ്ത് ജീവിച്ച് മുന്നോട്ട് പോകുന്നു എന്ന്. സോ നമുക്ക് അദ്ദേഹത്തിൻ്റെ പഠിക്കാനുള്ള ഫസ്റ്റ് പോയം ക്രോ ടെസ്റ്റാമെൻറ്റ്. ഈ ഒരു പോയം എടുത്തിട്ടുള്ളത് ബ്ലാക്ക് വിഡോസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കവിതാ സമാഹാരത്തിൽ നിന്നാണ്. 1996 കവിതാ സമാഹാരത്തിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ക്രോ എന്ന് പറയുന്നത് ഒരു എന്താണ് ഒരു പ്രതീകമായിട്ട് നമ്മുടെ ഒരു കാക്കയെ ആ നേറ്റീവ് പീപ്പിൾസിൻ്റെ ഒരു പ്രതീകമായിട്ട് ഇവിടെ കവി പറയാണ്. സോ ആ ഒരു കാക്ക കാര്യങ്ങൾ പറയുന്ന രീതിയിലാണ് ഈ ഒരു ത്രൂ ഔട്ട് ഈ ഒരു കവിത പോകുന്നത് കേട്ടോ. അഥവാ നാറ്റീവ് അമേരിക്കക്കാർ അവിടുത്തെ ജനത അനുഭവിച്ച ദുരിതങ്ങൾ, അതുപോലെ തന്നെ അവരുടെ ചരിത്ര പോരാട്ടങ്ങൾ, ഇതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക ഒരു പ്രതീകാത്മകമായിട്ടുള്ളൊരു ആവിഷ്കാരം എന്നൊക്കെ ഈ ഒരു കവിതയെ നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ ക്രോനെ സൂചിപ്പിക്കുന്നത് ആരെയാണ്? നാറ്റീവ് അമേരിക്കൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വെള്ളക്കാരെന്താണ് വെള്ളക്കാരെന്ന് പറഞ്ഞാൽ യൂറോപ്യൻസ് കേട്ടോ. അവരെന്താണ് അവർ മതപരമായിട്ടും അല്ലെങ്കിൽ അവരുടെ കൾച്ചറലായിട്ടുള്ള എന്താ പറയുക ആധിപത്യത്തോടെ എന്താണ് നേറ്റീവുകാരോട് എന്താണ് അവർ പെരുമാറിയ രീതി എങ്ങനെയൊക്കെയാണ് എന്നൊക്കെയുള്ള വിവരങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു ക്രോ നമുക്ക് വിവരിച്ച് തരുന്നത്. അവർ ഭൂമി കയ്യേറി, അതുപോലെ തന്നെ അവരുടെ സംസ്കാരം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു, മതപരമായിട്ട് പല കാര്യങ്ങളും അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ഇങ്ങനത്തെ പല കാര്യങ്ങളും നമ്മുടെ ക്രോ പറയുന്നതായി നമുക്ക് ഈ ഒരു ത്രൂ ഔട്ട് ഈ പോയത്തിലൂടെ നമുക്ക് കാണാൻ പറ്റും. അഥവാ ഇതിൽ പോയം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു എന്താ നമ്മൾ കെയ്ന് അതുപോലെ തന്നെ ആബേൽ എന്ന് പറയുന്ന 2 കഥാപാത്രങ്ങൾ ബൈബിൾ പ്രതിപാദിച്ച എന്താണ് കെയ്ൻ എന്ന് പറയുമ്പം അത് സൂചിപ്പിക്കുന്നത് ഇവിടെ സൂചിപ്പിക്കുന്നത് നമ്മുടെ യൂറോപ്യൻസിലെ വെള്ളക്കാരെയാണ്. അതുപോലെ തന്നെ ആബേൽ എന്ന് പറഞ്ഞാൽ നല്ല വ്യക്തിയെ സൂചിപ്പിക്കുന്നത് ആരെയാണ്? നാറ്റീവ് ജനതയെയാണ്. സോ എന്താണ് നമ്മുടെ കെയ്ൻ എന്താണ് ആബേലിനെ കൊല്ലുന്നുണ്ട്. ആ ഒരു കാര്യം ഇവിടെ എന്താണ് ആ ഒരു ചരിത്രം വീണ്ടും ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
കെയ്ൻ എന്ന് പറയുന്ന ആ ഒരു മോശപ്പെട്ട വ്യക്തി എന്താണ് ആബേലിനെ കൊല്ലുന്നുണ്ട്. സോ ഇതിലൂടെ കാണിക്കുന്നത് എന്താണ്, ഈ യൂറോപ്യൻസ് അവർ ആ കോളനീകരണത്തിലൂടെ എന്താണ് അവിടെയുള്ള പാവപ്പെട്ട ജനങ്ങളുടെ മേലിൽ എന്താണ് അവർ അവകാശം വെക്കുകയും അവരുടെ ഭൂമി ഇല്ലാതാക്കുകയും ഒക്കെ അവരെ പിടിച്ച് പറിച്ച് വാങ്ങിയെടുത്തെന്നാണ് അവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച എന്താണ് അന്ന് നമ്മളെ ബൈബിൾ അന്ന് പറഞ്ഞ കാര്യമാണെങ്കിൽ ഇപ്പോഴും അത് അവർ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് നമ്മുടെ കവി പറയുന്നത്. ആ ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ കവി ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ കുറച്ച് എക്സാമ്പിളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അഥവാ ക്രൗവിൻ്റെ അടുത്തൊരു മീൻ ഉണ്ടെങ്കിൽ എന്താണ് ഫാൾക്കൺ വന്ന് കണ്ട് അത് തട്ടിപ്പറിച്ചെടുക്കുന്നത് ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത്. ഈ ക്രൗ എന്ന് പറയുന്ന നാറ്റീവ് ജനതയാണ്. മീൻ എന്ന് പറയുന്നത് അവരുടെ ഭൂമി, അതുപോലെ തന്നെ അവർ അധ്വാനിച്ചുണ്ടാക്കിയ അവരുടെ വിഭവങ്ങൾ എല്ലാം എല്ലാത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഫാൾക്കൺ എന്ന് സൂചിപ്പിക്കുന്നത് ആ വെള്ളക്കാരെയാണ് സൂചിപ്പിക്കുന്നത്. സോ അതുപോലെയാണ് അവരെന്താണ് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതെന്നില്ല എല്ലാം അവർ കുത്തിപ്പറിച്ച് തട്ടിപ്പറിച്ച് എടുക്കുന്നു എന്നുള്ള രീതിയിലുള്ള എക്സാമ്പിളാണ് അവിടെ കൊടുത്തത്. അതുപോലെ തന്നെ പട്ടിണി, മദ്യപാനം എന്ന് തുടങ്ങി സമൂഹത്തിൽ നിലനിന്നിരുന്ന പല ദുരിതങ്ങളെയും എന്താണ് ഒരു പരോക്ഷമായിട്ട് നമ്മുടെ കവി വിമർശിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. നമ്മുടെ കെയ്ന് എന്താണ് നദിക്കരയിൽ എന്താണ് കുറച്ച് വിത്തുകളൊക്കെ പാകി എന്താണ് അതിൻ്റെ ചെറിയൊരു പങ്ക് കാക്കയ്ക്ക് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഒരു കാക്കയ്ക്ക് എത്രത്തോളം കൊടുക്കും എന്നുള്ളതല്ലേ. സോ ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ യൂറോപ്യൻസ് എന്താണ് അവരുടെ ഭൂമി അവരുടെ അടുത്ത് എന്താണ് അവരുടെ ഭൂമി വിഭവങ്ങളൊക്കെ വാങ്ങിയിട്ട് അതിൽ വിത്തിറക്കിയിട്ട് എന്താണ് ഒരിത്തിരി നമ്മൾക്ക് കാക്കയ്ക്ക് കൊടുക്കുന്ന പോലെ ഒരു സഹായം എന്നുള്ള രീതിയിൽ അവർക്ക് കൊടുക്കുന്നു. പക്ഷേ ഇതെന്താണ് ഒരു വഞ്ചനയുടെ രൂപമാണെന്നാണ് നമ്മുടെ കവി പറയുന്നത്. വേറൊരു എക്സാമ്പിൾ പറയുന്നത് എന്താണ് ആ ഒരു കോളനിവൽക്കരണത്തെ എന്താണ് അതൊരു വിശുദ്ധ രോഗമായിട്ട് കവി പറയുന്നുണ്ട്. അഥവാ വിശുദ്ധതയുടെ പേരിൽ വന്നുകൊണ്ട് എന്താണ് അവിടെ നാശം വിതക്കുകയാണ് അവർ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ അത് പറയുന്നുണ്ട്. സോ ആദ്യം ഇപ്പോൾ നമ്മൾ ബ്രിട്ടീഷുകാരാണെങ്കിലും ആദ്യം നമ്മൾ ഇന്ത്യയിലേക്ക് വന്നത് നമ്മൾ ഒറ്റയടിക്ക് പിടിച്ചെടുക്കാനായിരുന്നു. അല്ല, എന്താണ് കച്ചവടത്തിനായിട്ട് വന്നു. പിന്നെ പതിയെ പതിയെ എന്താണ് നമ്മളിൽ നിന്ന് എല്ലാ സാധനങ്ങളും വാങ്ങി എന്താണ് അവരുടെ അവകാശം നേടിയെടുത്തു എന്നുള്ളത്. സോ അതുപോലെ തന്നെയാണ് അവരും എന്താണ് വിശുദ്ധ രോഗമായിട്ട് വന്നു. പിന്നീട് എന്താണ് അവിടെ മുഴുവൻ നാശം വിധിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. കോളനിയെ നശിപ്പിച്ച ശേഷം എന്താണ് അവരുടെ ദാരിദ്ര്യത്തിന് അവരെ തന്നെ കുറ്റം പറയുന്ന അവരെ തന്നെ ഉത്തരവാദികളാക്കി എന്നുള്ളതാണ് പറയുന്നത്. അഥവാ അവകാശം ചോദിക്കുമ്പോൾ ഇപ്പോൾ കെയ്ന് പറയാണ് എന്ത്, നിങ്ങൾക്കും ഈ ഒരു ഭൂമിയിൽ എനിക്ക് അവകാശമുള്ളതുപോലെ നിങ്ങൾക്കും ഈ ഭൂമിയിൽ അവകാശമുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ എന്താണ് അതൊക്കെ ഒരു വ്യാജമാണ്, പൊള്ളയായ സത്യമാണ് എന്നുള്ളതാണ് നമ്മുടെ കവി പറയുന്നത് കേട്ടോ. ഇതൊക്കെ എന്താണ് അവർക്ക് അവകാശമുണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് ഒന്നും കൊടുക്കാത്ത അല്ലെങ്കിൽ അവർ ഒന്നിനും കൊള്ളിക്കാത്തൊരു അവസ്ഥയാണ് അവർക്ക് അവിടെ ഉണ്ടായത് എന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ ഈ ഒരു പോയത്തിൻ്റെ എൻഡിൽ നമുക്ക് കാണാൻ പറ്റും അവസാനം എന്താണ് നമ്മുടെ ഈ കാക്കം ചിരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കരയുന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു കാക്കനെ നമുക്ക് കാണാൻ പറ്റും. അഥവാ ഇതെന്താണ് ഒരു വേദനയുടെയും അതുപോലെ തന്നെ ഒരു സത്യബോധത്തിൻ്റെയും ഒരു പ്രതീകമായിട്ടാണ് ഇവിടെ പറയുന്നത്. അഥവാ എന്താണ് വേദന എന്ന് പറയുന്നത് എന്താണ് താൻ ജനിച്ചു പോയില്ലേ, അല്ലെങ്കിൽ ഈ ഒരു ജീവിതത്തിലായി പോയില്ലേ. സോ ഇനി ഇത് സഹിച്ചേ പറ്റൂ, ഇങ്ങനെയൊക്കെ തനിക്ക് ഉണ്ടാവുള്ളൂ, തനിക്ക് ഇങ്ങനെയൊക്കെ ലഭിക്കുള്ളൂ എന്നുള്ള ആ ഒരു സത്യം നമ്മുടെ കാക്ക തിരിച്ചറിയാം. അതുപോലെ തന്നെ നാറ്റീവ് പീപ്പിൾസും എന്താണ് അവർക്കറിയാം എന്താണ് അവർക്ക് ഈ ഒരു ലൈഫ് തന്നെയാണ് അവർക്ക് ഈ ഒരു ലോകത്തിൽ കിട്ടുള്ളൂ. എന്താണ് ലോകം തന്നെ നീതിയില്ലാത്തതാണ്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് എന്താണ് ജീവിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത് എന്താണ് അവരിപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്നു, ഇപ്പോഴും സർവൈവ് ചെയ്ത് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ഏത് വേദനയിലും ഒന്നിലും തളരാതെ അവർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരെന്താണ് അവസാനം ഒരു എന്താണ് ചിരിയുടെയും ഒരു കണ്ണുനീരും ഒക്കെ ചേർന്ന സത്യമാണ് അവരുടെ ജീവിതത്തിൻ്റെ മൂല്യം എന്നൊക്കെയുള്ള രീതിയിലാണ് ഈ ഒരു പോയം അവസാനം എൻഡ് ആവുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ. അവരുടെ ശരിക്കും അവരനുഭവിച്ച ആ ഒരു വേദനയും എന്താ പറയുക അവരുടെ സമ്പത്തുകളെല്ലാം നഷ്ടപ്പെട്ടിട്ടും അവരെന്താണ് എന്നിട്ട് അവരെ റിസർവേഷൻ എന്ന് പറഞ്ഞ വേറൊരു സ്ഥലത്ത് അവിടെ അട്ടിമറിക്കിട്ട് അവിടെ പാർപ്പിച്ച് അങ്ങനെ എന്താ പറയുക അവരുടെ എല്ലാം നേടാനുള്ളതെല്ലാം അവർ നേടി എന്താണ് ഒന്നിനും പറ്റാത്ത അവസ്ഥയിലേക്ക് അവരെ മാറ്റിയിട്ടുണ്ടെങ്കിൽ പോലും അവരിപ്പോഴും ജീവിക്കുന്നു എന്നെന്ന് പറയുന്നത് എന്താണ് അതെന്താണ് ഏതൊരു വേദനയിലും നമുക്ക് എന്താണ് ഒരു പ്രതീക്ഷ നൽകുന്ന ഒന്നാണെന്നുള്ളതാണ്. ആ ഒരു പ്രതീക്ഷയിലും അവരിപ്പോഴും ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു പോയതിൽ അവസാനം നമ്മുടെ കവി പറഞ്ഞു വെക്കുന്നത്. എന്തൊരവസ്ഥ വന്നാലും നമ്മൾ എന്താണ് ആ ജീവിതത്തിൽ നേരിടേണ്ടതുണ്ട്. ലോകം എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും എന്താണ് നീതിയില്ലാത്തതാണെങ്കിലും നമുക്ക് ജീവിതം തുടരേണ്ടതുണ്ട്. സോ നമ്മളെന്താണ് അതൊക്കെ സഹിച്ചേ പറ്റൂ. എന്നിരുന്നാലും നമുക്ക് എന്താണ് ജീവിതം അവസാനിപ്പിക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലുമില്ല. നമ്മൾ അത് ജീവിച്ച് കാണിച്ചു കൊടുത്തേ പറ്റൂ. എല്ലാ സന്ദർഭങ്ങളിലും നമ്മളെന്താണ് സ്ട്രോങ് ആയിട്ട് നമ്മൾ ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ ജീവിച്ചേ പറ്റൂ എന്നുള്ള രീതിയിലാണ് ഈ ഒരു പോയം പറഞ്ഞ് അവസാനിക്കുന്നത് കേട്ടോ. നമുക്കിതിൻ്റെ തീംസ് നോക്കാം ഇനി. അതിൽ തീമിൽ വരുന്നത് ആദ്യം വരുന്നത് വയലൻസ് ആൻഡ് ഇൻജസ്റ്റിസ് എന്നാണ്. അഥവാ എന്താ പറയുക ബൈബിളിലെ കഥയും അതുപോലെ തന്നെ അമേരിക്കൻ്റെ ചരിത്രവും തമ്മിലെന്താണ് അബാധ്യമായിട്ടുള്ള സാമ്യമുണ്ട് എന്നുള്ളതാണ്. ബൈബിളിൽ പറയുന്നത് പോലെ തന്നെ ആ ഒരു കഥാപാത്രങ്ങൾ അവിടെ ഒരു സമൂഹമായിട്ട് ചിത്രീകരിക്കുകയാണ് നമ്മൾ കവി ചെയ്യുന്നത്. സോ അവർ തമ്മിലെന്താണ് അബാധ്യമായിട്ടുള്ള ഒരു സാമ്യത ഉണ്ട് എന്നുള്ളത് പറയുന്നു. അതുപോലെ തന്നെ സർവൈവലിനെ കുറിച്ചിട്ട് പറയുന്നു. എന്താണ് ക്രോക്ക് എന്താണ് എല്ലാം നഷ്ടപ്പെട്ടിട്ടും ഇപ്പോഴും ക്രോ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് എന്താണ് അവരുടെ ഒരു ചെറുത്തുനിൽപ്പിൻ്റെ ഒരു പ്രതീകമായിട്ട് നമുക്ക് കാണാം.
അഥവാ വേദനയും നഷ്ടവും എല്ലാം സഹിച്ചിട്ടും ബട്ട് സ്റ്റിൽ സർവൈവിങ് എന്നാണ് പറയുന്നത്. അതുപോലെ മതത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അഥവാ ടെസ്റ്റാമെന്റ് എന്ന് പറഞ്ഞാൽ മതത്തിന്റെ പേരിൽ നടന്ന ഒരു അനീതിയാണ് വിമർശിച്ച് കാണിക്കുന്നത്. അഥവാ ഈ ഒരു മതം എന്ന് പറയുന്നത് നമുക്ക് എന്താണ് സ്നേഹം അല്ലെങ്കിൽ സമാധാനം ഒക്കെ തരുന്ന ഒന്നാണ്. അതാണ് ആ മതം നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ ആ സെയിം മതം തന്നെ എന്താണ് മതത്തിൽപ്പെട്ട ആളുകൾ തന്നെ എന്താണ് അഹിംസയും അതുപോലെ തന്നെ എന്താണ് അവരെ അടിമത്തത്തിനൊക്കെ ആയിട്ട് അവരെ യൂസ് ചെയ്തു. ഇതൊക്കെ എന്താണ് ഒരു വിമർശനാത്മകമായിട്ടുള്ള രീതിയിൽ അവർ റിലീജിയസ് ആയിട്ട് വിമർശിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒരേ മതത്തിൽപ്പെട്ട ആളുകളായിരുന്നിട്ട് പോലും അവർ ചെയ്യുന്ന ആ ഒരു ചൂഷണത്തെയാണ് നമ്മുടെ കവി ഇവിടെ വിമർശിക്കുന്നത്. സോ അതുപോലെ തന്നെ ഇതിൻ്റെ സിമ്പിൾസ് ആയിട്ട് പറയുന്നത് നമ്മുടെ ക്രോ എന്ന് പറയുന്നത് ആരാണ്? നാറ്റീവ് പീപ്പിൾസിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കെയിൻ സിംബലൈസ് ചെയ്യുന്ന ആരെയാണ്? അതേ വെള്ളക്കാർ, ബ്രിട്ടീഷുകാർ, യൂറോപ്യൻസിനെയാണ് കെയിൻ സിംബലൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആബേലിനെ പറയുന്നത് ആരാണ്? നാറ്റീവ് പീപ്പിൾസിനെയാണ് പറയുന്നത്. ഈ ടെസ്റ്റാമെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ആത്മീയമായിട്ടുള്ള സാക്ഷ്യം അല്ലെങ്കിൽ എന്താണ് വേദനാപൂർണ്ണമായിട്ടുള്ളതാണെങ്കിലും ഉള്ള ആ സത്യങ്ങൾ, അതിനെയാണ് ടെസ്റ്റാമെന്റ് എന്ന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അഥവാ നമ്മുടെ കാക്കയുടെ എന്താണ് ദീർഘമായിട്ടുള്ള ഒരു വേദനയുടെ ചരിത്രം, ആ നേറ്റീവ് പീപ്പിൾസിന്റെ ദീർഘമായിട്ടുള്ള വേദനയുടെ ചരിത്രം, അവർ അനുഭവിച്ച അനീതികൾ, അവർ നേരിടേണ്ടി വന്ന നാശങ്ങൾ, അതുപോലെ തന്നെ എന്താണ് ബട്ട് ഇപ്പോഴും എന്താണ് സ്റ്റിൽ സർവൈവിങ് എന്ന് പറയുന്നത്. നമ്മുടെ ക്രോ ഇപ്പോഴും സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ സംസ്കാരം അതുപോലെ തന്നെ അവരുടെ ആത്മാവൊക്കെ സംരക്ഷിച്ചുകൊണ്ട് അവരിപ്പോഴും ജീവിക്കുന്നു. ഈ ഒരു ജീവിതത്തിൻ്റെ എന്താണ് ഒരു പ്രതീക്ഷയും കരുത്തും ഒക്കെ നമുക്ക് ഈ ഒരു പോയത്തിൻ്റെ അവസാനം നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രേ ഈ ഒരു പോയം ഉള്ളൂ കേട്ടോ. കാര്യമായിട്ട് അവരനുഭവിച്ച, അപ്പോൾ നമുക്ക് നമ്മൾ ബ്രിട്ടീഷുകാർ വരുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ എന്തൊക്കെയാണ് അനുഭവിച്ചു എന്നുള്ളത് നമുക്കറിയാലോ. സോ ജസ്റ്റ് ലൈക്ക് ദാറ്റ് നമുക്ക് അങ്ങനെ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്തെക്കുക. സോ അപ്പം അവർ അവരുടെ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, അവരുടെ എല്ലാ ഭൗതിക അടിസ്ഥാനങ്ങളും എല്ലാം നശിപ്പിച്ചു കൊണ്ടെന്നാണ് അവരുടെ ഒരു മേൽക്കോയ്മ നിലനിന്നിരുന്ന ആ ഒരു സമയത്ത് അവരനുഭവിച്ച ആ വേദനകളുടെ ഒരു ഇത് നമ്മൾ ബൈബിളിൽ എടുത്ത ഒരു ചെറിയൊരു കഥയുടെ രൂപത്തിൽ, ആ ഒരു ക്യാരക്ടറിൻ്റെ രൂപത്തിൽ ഈ ഒരു ത്രൂ ഔട്ട് ഈ ഒരു കവിതയിൽ അവരെ വെള്ളക്കാരെന്ന രീതിയിൽ നമ്മുടെ കെയിനെ വെച്ചിട്ട് പറയുന്നതാണ് കേട്ടോ ഈ ഒരു പോയം. ഇത്രയേ ഉള്ളൂ. ഇത് വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവം തന്നെ ഉള്ളൂ കേട്ടോ. നമുക്ക് അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് പോയത്തിലേക്ക് പോകാം. സോ ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ എവല്യൂഷൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് പോയത്തിലേക്ക് പോകാം. ഇതിൽ പറയുന്നതും ഓൾറെഡി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാറ്റീവ് അമേരിക്കൻസ് നേരിടുന്ന പല പ്രശ്നങ്ങളും അവർക്കുണ്ടായ അനുഭവങ്ങളും എന്താണ് ഒരു ഡാർക്ക് ഹ്യൂമർ പോലെ ആണ് അദ്ദേഹം ഇതിൽ അവതരിപ്പിക്കുന്നത്. അഥവാ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, നമ്മുടെ വെള്ളക്കാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂറോപ്യൻസ് മാത്രമല്ല കേട്ടോ. അമേരിക്കൻ ഗവൺമെൻറ് പോലും എന്താണ് അവരെ പരിഗണിക്കുന്നില്ല എന്നതാണ്. അവർ പോലും അവരെ അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അഥവാ അവർ ചൂഷണം ചെയ്ത് അവരുടെ സംസ്കാരം, അവരുടെ പൈതൃകം എല്ലാം കവർന്നെടുത്തു എന്നതുള്ളതിൻ്റെ ഒരു ഡാർക്ക് ഹ്യൂമർ എന്നുള്ള രീതിയിലാണ് ഈ ഒരു ത്രൂ ഔട്ട് ഈ പോയം വരുന്നത്. നമ്മുടെ കൊളോണിയലിസം നമ്മുടെ നേറ്റീവ് അമേരിക്കൻസിൻ്റെ ജീവിതം എങ്ങനെയൊക്കെ കൊമേഴ്ഷ്യലൈസേഷൻ വഴി തകർത്തു എന്നതാണ് നമുക്ക് ഈ ഒരു പോയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് ഈ ഒരു പോയം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ നമുക്ക് ഈ ഒരു കവിത തുടങ്ങുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നത് ബഫലോ ബിൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. അദ്ദേഹം എന്താ ചെയ്യുന്നത്? അദ്ദേഹം ഒരു നാറ്റീവ് അമേരിക്കൻ താമസിക്കുന്ന റിസർവേഷനിൽ അവരുടെ ഒരു ഏരിയയിൽ ചെന്നിട്ട് എന്താണ് പുതിയൊരു പൗൺ ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു പണയം വെക്കുന്ന ഒരു ഷോപ്പ് തുടങ്ങുകയാണ്. അതെവിടെയാണ് തുടങ്ങുന്നത്? അവിടെ മദ്യം വിൽക്കുന്ന ഒരു ഷോപ്പിൻ്റെ നേരെ എതിരായിട്ട് എന്താണ് എന്താ പറയുക പണയപ്പെടുത്തുന്ന ഒരു ഷോപ്പ് തുടങ്ങുകയാണ്. ഇതിലൂടെ എന്താണ് പറയപ്പെടുന്നത്? അവരുടെ വിലപ്പെട്ട പല വസ്തുക്കൾ എന്താണ് പിന്നീട് ഇതിൽ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ ഒരു മദ്യം എന്ന് പറയുമ്പം അവർക്കൊരു ലഹരി എന്നതിലുപരി എന്താണ് അവരുടെ ദാരിദ്ര്യം അല്ലെങ്കിൽ അവരുടെ നിരാശകളൊക്കെ മറക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും അവർ മദ്യപിക്കുന്നത്. സോ ഈ നാറ്റീവ് അമേരിക്കൻസ് ഫുൾ ഓഫ് ഇതിന് അടിമപ്പെട്ടു പോയി. ഇതെല്ലാം ഈ വെള്ളക്കാരുടെ ഒരു പണിയാണ്. കാരണം അവർക്ക് സ്വബോധം ഉണ്ടായാൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് അവർ അതിനെ പ്രതികരിക്കും എന്നുള്ളത് കൊണ്ട് അവരുടെ സ്വബോധം നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് മദ്യഷോപ്പുകൾ തുറക്കുക, അതിന് അഡിക്റ്റായി പോവുകയാണ് ഒരു നാറ്റീവ് അമേരിക്കൻസ് ചെയ്യുന്നത്. സോ അവർക്ക് മദ്യമില്ലാതെ പറ്റൂല എന്നുള്ളൊരു അവസ്ഥ വരികയാണ്. സോ ആ മദ്യപിക്കാൻ തൻ്റെ കയ്യിൽ പണമില്ലാതാവുമ്പോൾ അവർ ചെയ്യുക? അവരുടെ അടുത്തുള്ള പല സാധനങ്ങളും അവർ വിൽക്കാൻ തയ്യാറാവും. അങ്ങനെ അവരുടെ പാരമ്പര്യ വസ്ത്രങ്ങൾ, അവരുടെ ആഭരണങ്ങൾ, അവരുടെ മതചിഹ്നങ്ങൾ എന്നിട്ടുള്ള പല സംഭവങ്ങളും അവരുടെ അടുത്തുള്ളതെല്ലാം വിറ്റിട്ട് മദ്യഷോപ്പിൽ പോയിട്ട് മദ്യം വാങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സാധനങ്ങൾ വാങ്ങി തുറന്ന് അവർക്ക് കയ്യിൽ പണം ഇല്ലാതാവുമ്പം അവരുടെ എന്താ പറയുക ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും പോലും അവർ വിൽക്കാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ്. സോ അവരുടേതായിട്ടുള്ള സംസ്കാരങ്ങൾ മുഴുവൻ വിറ്റ് തുലക്കുന്നതായിട്ടാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. അതിൻ്റെ അവരുടെ സംസ്കാരം തന്നെ അല്ലെങ്കിൽ അവരുടെ ആത്മാവിനെ തന്നെ ഒരു പണയപ്പെടുത്തുന്നതായിട്ടാണ് ഇതിലൂടെ നമ്മുടെ കവി പറയുന്നത്. ഇങ്ങനെ നാറ്റീവ് അമേരിക്കൻസിൻ്റെ എല്ലാം അവരുടെ ജീവിതവും അതുപോലെ തന്നെ അവരുടെ എല്ലാ സമ്പാദ്യങ്ങളും അവരുടെ സംസ്കാരങ്ങളും എല്ലാം വാങ്ങിയ ശേഷം ആ ഷോപ്പ് അടക്കുകയാണ്. ബഫലോ ബിൽ ആ ഷോപ്പ് അടച്ചിട്ട് ആ ഷോപ്പിൻ്റെ പേര് മാറ്റുകയാണ്. നാറ്റീവ് അമേരിക്കൻസ് മ്യൂസിയം എന്ന പേരിൽ ഇത് തുടങ്ങുകയാണ്.
അങ്ങനെ ഇത് കാണാൻ വേണ്ടിയിട്ട് ആളുകൾ വരുമ്പം എന്താണ്, ആ നാറ്റീവ് അമേരിക്കൻസിന് പോലും അത് കാണാന് $5 അവരെ കയ്യിൽ നിന്ന് ഈടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അഥവാ അവരുടെ സംസ്കാരത്തെ വിറ്റ് അവരെന്താണ് ഒരു വെറും ഒരു വാണിജ്യ ഉപകരണം മാത്രമായിട്ട് അവരവരുടെ സംസ്കാരത്തെ മാറ്റി എന്നുള്ളതാണ്. അഥവാ നമ്മുടെ ഈ ഒരു പോയത്തിൻ്റെ ഹെഡിങ് എന്താണ്? എവല്യൂഷൻ എന്നല്ലേ. എന്താണ് എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ? പുരോഗതി എന്നല്ലേ ശരിക്കും അർത്ഥം വരുന്നത്. പക്ഷേ നമ്മുടെ പോയറ്റ് പറയുന്നത് എന്താണ്? ഇത് എന്താണ്, ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു പുരോഗതി ആണോ? ഒരിക്കലുമല്ല. ഇതെന്താണ്, അനീതിയുടെ വളർച്ചയാണെന്നാണ് പറയുന്നത്. അഥവാ ആദ്യം സ്വദേശികളുടെ എന്താണ് സംസ്കാരം വാങ്ങി, പിന്നെന്താണ് അവരുടെ ആത്മാവ് വാങ്ങി, ജീവിതം എല്ലാം വാങ്ങി, പിന്നീട് എന്താണ് അത് മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചു. അതിലൂടെ എന്താണ് അവരുടെ പാരമ്പര്യത്തെയാണ് എന്താണ് ഒരു ബിസിനസ് ആക്കി അദ്ദേഹം മാറ്റുന്നത്. സോ ഇവിടെ നമ്മുടെ ബഫലോ ബിൽ എന്ന് പറയുന്നത് കേവലം ഒരു വ്യക്തി എന്നുള്ളതല്ല. അവരെ നാറ്റീവ് അമേരിക്കൻസിനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന എല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ബഫലോ ബിൽ എന്ന ഒരു വ്യക്തിയെ ഇവിടെ പ്രതിനിധീകരിക്കുന്നത്. അഥവാ ആദ്യം ഭൂമി വാങ്ങുകയും പിന്നീട് അവരുടെ വസ്തുക്കൾ വാങ്ങുകയും പിന്നീട് അവരുടെ ആത്മാവ് പോലും നഷ്ടപ്പെടുത്തി എന്നുള്ളത്. അഥവാ ഇവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, യഥാർത്ഥത്തിൽ ഒരു പുരോഗതിയല്ല, മറിച്ച് എന്താണ്, അത് ഒരു അനീതിയുടെ മറ്റൊരു പരിണാമമായിട്ടാണ് നമ്മുടെ കവി പറയുന്നത്. സോ അത്രയേ ഉള്ളൂ. ഇതൊരു ഹ്യൂമറസ് ആയിട്ട് ഉള്ള അവരുടെ സത്യങ്ങൾ ഹ്യൂമറസ് രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാലോ, അവർക്ക് മദ്യപാനം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ ജീവിതത്തിൽ. കാരണം അതില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റൂല എന്നുള്ള അവസ്ഥയായി. കാരണം അത്രയും അഡിക്റ്റായി പോയി. അഡിക്റ്റ് ആയതല്ല, അവരെ അഡിക്റ്റ് ആക്കിയതാണ്. അവരുടെ സ്വഭാവം നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരെന്താണ്, മറ്റുള്ളവരെന്താണ് അവരുടെ മേൽ കാണിക്കുന്ന ആ ഒരു അധിനിവേശം, അത് അവർക്ക് തിരിച്ചറിഞ്ഞാൽ അവർ ഇതിനെതിരെ പ്രതിഷേധിക്കുമെന്നറിയാം. അപ്പം അവരുടെ സ്വഭാവം നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു മദ്യപാനത്തിൻ്റെ ട്രിക്കിലൂടെ എന്താണ് ഇവരിൽ നിന്ന് സ്വയം രക്ഷ നേടുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ ഇവർ അഡിക്റ്റായി പോയിട്ട് നമ്മുടെ ബഫലോ ബിൽ എന്ന് പറയുന്ന ഒരാൾ അവരുടെ റിസർവേഷനിൽ പെട്ട സ്ഥലത്ത് തന്നെ ഒരു പണയപ്പെടുത്തുന്ന ഒരു കട തുടങ്ങുകയും ഇവിടെ അവരുടെ മദ്യപാനത്തിൻ്റെ ഷോപ്പിൻ്റെ തൊട്ടടുത്തായിട്ട് പണയപ്പെടുത്തുന്ന ഒരു കട തുടങ്ങുകയും അങ്ങനെ ആളുകൾക്ക് മദ്യപാനത്തിന് പൈസ ഇല്ലാതാവുമ്പോൾ അവരുടെ അടുത്തുള്ള എല്ലാ സാധനങ്ങളും പണയപ്പെടുത്തിയിട്ട് അവർ ആ ക്യാഷ് വാങ്ങിയിട്ട് അവർ വീണ്ടും മദ്യപിക്കാൻ പോകും. അങ്ങനെ അവരുടെ എല്ലാ സമ്പാദ്യങ്ങളും ഒരു സംസ്കാരം തന്നെ അവർ വിൽക്കുകയാണെന്ന് പറഞ്ഞത്. സോ അത് വിൽക്കുക എന്നുള്ളതല്ലാതെ അതിന് മറ്റൊരർത്ഥം പറയുകയാണെങ്കിൽ അവരത് പിടിച്ച് വാങ്ങുക എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സോ അങ്ങനെ അവരുടേതെല്ലാം നഷ്ടപ്പെട്ട് അവസാനം ബഫലോ ബിൽ ആ കട അടച്ച് ആ കടക്ക് മറ്റൊരു പേര് ഇടുന്നത് നാറ്റീവ് അമേരിക്കൻസ് മ്യൂസിയം എന്നുള്ള രീതിയിൽ മറ്റൊരു പേര് ഇടുകയാണ് ചെയ്യുന്നത്. സോ ആ ഒരു മ്യൂസിയം കാണാൻ, ഈ ആളുകളുടെ ഈ സാധനങ്ങൾ കാണാൻ വീണ്ടും അതിന് $5 പേ ചെയ്തിട്ട് വേണം അവർക്ക് അവരുടേതായിട്ടുള്ള സാധനങ്ങൾ വീണ്ടും കാണാൻ എന്നുള്ള രീതിയിൽ. അഥവാ അത്രയും അവരുടെ അവരുടെ ആ ലൈഫിനെ തന്നെ ഒരു വാണിജ്യ ഉപകരണമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു കവി ഇവിടെ പറയുന്നത്. സോ അത്രയേ ഉള്ളൂ അതിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ. ദെൻ ഇതിൻ്റെ തീംസ് പറയുന്നുണ്ട്, നമുക്ക് അത് നോക്കി നോക്കാം. ദെൻ കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷൻ, നമുക്കറിയാലോ ആ ഒരു കൊളോണിയൽ കാലത്ത് എങ്ങനെയൊക്കെ അവരെ ചൂഷണം ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ അവർ ചൂഷണം ചെയ്തിട്ടുണ്ട്. ഒരു തീമായിട്ട് നമുക്കിതിനെ പറയാൻ പറ്റും. അതുപോലെ തന്നെ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് കൾച്ചറിൻ്റെ ഒരു വാണിജ്യം ഞാൻ പറഞ്ഞല്ലോ, ഒരു കേവലം ഒരു വസ്തുക്കളുടെ ഒരു വാങ്ങലും വിൽക്കലും മാത്രമല്ല ഇവിടെ നടക്കുന്നത്. അവരുടെ സംസ്കാരത്തെ മുഴുവനായിട്ട് തന്നെ അത് കച്ചവടം ചെയ്യുന്നതായിട്ടാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. ദെൻ ലോസ് ഓഫ് ഐഡൻറ്റിറ്റി ആൻഡ് കൾച്ചർ പറയുന്നുണ്ട്. അവർക്ക് ഇതിലൂടെ അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ ആ സ്വയം ഐഡൻറ്റിറ്റിയും അതുപോലെ തന്നെ അവരുടെ സംസ്കാരം തന്നെയാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. ദെൻ ഹൈപ്പോക്രസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ദെൻ സൈക്കിൾ ഓഫ് ഒപ്രഷനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അവിടെ അടിച്ചമർത്തുന്ന ആ ഒരു ഇതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. സോ ഇത്രയൊക്കെയാണ് മെയിൻ തീമായിട്ട് വരുന്നത്. മെയിനായിട്ട് കൊളോണിയലൈസേഷൻ ഒരു കൊമേഴ്ഷ്യലൈസേഷൻ ആക്കിയിട്ട് അവർ മാറ്റുന്ന അവരുടെ കൾച്ചറിനെ വെറും ഒരു കൊമേഴ്ഷ്യലൈസേഷൻ ആയിട്ട് മാത്രം മാറ്റുന്നതിനെയാണ് ഈ ഒരു കവിതയിൽ ത്രൂ ഔട്ട് പറയുന്നത് കേട്ടോ. സോ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതോടുകൂടെ നമ്മുടെ അമേരിക്കൻ ലിറ്ററേച്ചർ കംപ്ലീറ്റ് ആയി എന്തെങ്കിലും ഡൗട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടെ. കാരണം നമുക്ക് ഇനിയും വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ആവശ്യമുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.